തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് തന്നെയാണ് കടക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ. തെരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ വിശ്വാസികളെ ഒപ്പം നിർത്താൻ മുന്നണികളുടെ മത്സരം തന്നെ നടക്കുന്നു. സമുദായ സംഘടനകളെ ഒപ്പം നിർത്തി തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ച് കയറാനാണ് ശ്രമം. ഏറെക്കാലത്തായി എതിർപക്ഷത്തായിരുന്ന NSSനെയും SNDPയെയും ഒരുമിച്ച് നിർത്തിയ ഇടതുമുന്നണിയാണ് ആദ്യ ലാപ്പിൽ മുന്നിൽ. ഭൂരിപക്ഷ സമുദായ സംഘടനകളുടെ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസും BJPയും. സമുദായ സംഘടനകൾക്ക് അർഹിക്കുന്നതും അതിലേറെയും ബഹുമാനവും പ്രാധാന്യവും കൊടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്നത് കേരളത്തിൽ പുതുമയല്ല. എന്നാൽ വിശ്വാസത്തിലും വിശ്വാസികളുടെ കൂട്ടായ്മകൾക്കും ഇത്രയധികം പ്രാധാന്യം കൈവന്നത് ശബരിമല സ്ത്രീ പ്രവേശന വിധിക്കു ശേഷമാണ്. പുരോഗമനവും നവോത്ഥാനവും ഉയർത്തിക്കാട്ടിയ CPMനും ഇടതുമുന്നണിക്കും വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. വിശ്വാസത്തിൽ തൊട്ട് കൈപൊള്ളിയ CPMും സർക്കാരും പാപപരിഹാരത്തിനുള്ള ശ്രമമാണ് പിന്നീട് നടത്തിയതെല്ലാം. ശബരിമല വിഷയത്തിൽ എടുത്തുചാട്ടം തെറ്റായിപ്പോയെന്ന് CPM വിലയിരുത്തി. ശബരിമലയുടെ കാര്യത്തിൽ സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകാൻ തുടങ്ങി. അയ്യപ്പ സംഗമവും നടത്തി. SNDPയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കി. 9 വർഷത്തിലേറെ ശത്രുപക്ഷത്തു നിന്ന NSSും ഇടത്തേക്ക് ചായുകയാണ്. വിശ്വാസികളെയും വിശ്വാസ സമൂഹത്തെയും കൂടെ നിർത്തി മാത്രമേ ഭരണ തുടർച്ച ഉറപ്പാക്കാനാകൂവെന്ന് CPM മനസ്സിലാക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലേതുപോലെ ന്യൂനപക്ഷ വോട്ടുകൾ അത്ര അനുകൂലമാകില്ലെന്ന യാഥാർത്ഥ്യം കൂടി ഉൾക്കൊണ്ടാണിത്. ശബരിമല സമരത്തിലെ കേസുകൾ എഴുതിത്തള്ളുന്നതുൾപ്പെടെ വിശ്വാസികളുടെ വിശ്വാസം ആർജിക്കാനുള്ള കൂടുതൽ നടപടികൾ ഉടനുണ്ടാകും. NSS തുടങ്ങിവച്ച നാമജപ സമരങ്ങൾ ആളിക്കത്തിച്ചതും സുവർണാവസരമായി കണ്ടതും BJPയും സംഘപരിവാർ സംഘടനകളുമായിരുന്നു. തെരഞ്ഞെടുപ്പ് രംഗത്ത് സീറ്റുകളുടെ എണ്ണത്തിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടായില്ലെങ്കിലും CPMന്റെ പരമ്പരാഗത വോട്ടുകൾ പോലും പിടിച്ചെടുക്കാൻ BJPക്ക് കഴിഞ്ഞു. ശബരിമല വിവാദത്തിനു ശേഷം വലിയ വളർച്ചയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പൊതുവിലും തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും BJP ഉണ്ടാക്കിയത്. NSSും SNDPയും പൂർണ്ണമായും ഇടത്തേക്ക് ചായുന്നത് BJPക്ക് വലിയ തിരിച്ചടിയാണ്. അത് മനസ്സിലാക്കിയാണ് ആദ്യം അയ്യപ്പ സംഗമം തടയാൻ ശ്രമിച്ചത്. പിന്നീട് ബദർ സംഗമവും നടത്തി. അതുകൊണ്ടൊന്നും ഹൈന്ദവ സമൂഹത്തിലെ ഈ 2 പ്രധാന സമുദായ സംഘടനകളെ ഒപ്പം നിർത്താൻ BJPക്ക് കഴിയണമെന്നില്ല. അതുകൊണ്ടാണ് സന്യാസിമാരുടെ സംസ്ഥാന യാത്രയടക്കമുള്ള കൂടുതൽ തന്ത്രങ്ങളിലേക്ക് BJPയും സംഘപരിവാറും കടക്കുന്നത്. ശബരിമല സ്ത്രീ പ്രവേശന വിവാദത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ കോൺഗ്രസ് ആയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് കിട്ടി. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് ആനുപാതികമായ നേട്ടം കോൺഗ്രസിനുണ്ടായില്ല. അയ്യപ്പ സംഗമത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നതാണ് NSSനെ ഇപ്പോൾ കോൺഗ്രസിന് എതിരാക്കുന്നത്. SNDPയുമായി കുറെക്കാലമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നല്ല ബന്ധത്തിലുമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ തീവ്ര ശ്രമം കോൺഗ്രസ് തുടങ്ങിയിട്ടുണ്ട്. ആചാര ലംഘനങ്ങളും വിശ്വാസ സംരക്ഷണവും തന്നെയാകുമോ വരും തെരഞ്ഞെടുപ്പുകളിലും വിധി നിർണ്ണയിക്കാൻ പോകുന്നത്? അങ്ങനെയാണെന്ന് തോന്നിക്കുന്ന നീക്കങ്ങളാണ് സംസ്ഥാനത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഇപ്പോൾ സ്വീകരിക്കുന്നത്. വിശ്വാസികളുടെ വിശ്വാസം നേടിയെടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ. VV അരുൺ, News 18, തിരുവനന്തപുരം.